മുണ്ടക്കൈ ദുരന്തത്തിൽ മുറിവുണങ്ങാത്ത നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. മുണ്ടക്കൈ സ്കൂളിന് സമീപത്തെ ഷബീറിന്റെ നഷ്ടങ്ങൾ തീർത്താൽ തീരാത്തതാണ്. വീട് പൂർണ്ണമായും നഷ്ടമായ ഷബീറിന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ ഉരുൾപൊട്ടലിൽ നശിച്ചു. വലിയ സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഉപജീവനം നടത്തി പ്രായമായ ഉപ്പയെയും ഉമ്മയെയും ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും സംരക്ഷിച്ചിരുന്നത് ഷബീറാണ്. എന്നാൽ മുണ്ടക്കൈ ദുരന്തം ഇവരുടെ ജീവിതം കീഴ്മേൽ മറിച്ചു. ഉപജീവനമായിരുന്ന ഓട്ടോ തകർന്ന് തരിപ്പണമായി. ക്യാമ്പിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലെന്ന് ഷബീർ. ഓട്ടോറിക്ഷ എല്ലാം പോയി തവിടുപൊടിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ജീവിതം പോറ്റുന്ന ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ എനിക്കുള്ളത് ഇപ്പോൾ ഒരു വയസ്സാവാത്ത കുട്ടിയാണുള്ളത്. അവരൊക്കെ നോക്കിയത് ഓട്ടോറിക്ഷ ഓടിയിട്ടാണ്. അപ്പോൾ ആ സ്ഥലങ്ങൾ ഇടിഞ്ഞു വന്നപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷയും എല്ലാം പോയി ജീവിതമാർഗം മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലോൺ എടുത്താണ് ഓട്ടോ വാങ്ങിയത്. 29,000 രൂപ ഇനിയും തിരിച്ചടവുണ്ട്. കഴുത്തിലെ മുഴ കാരണം ഭാരിച്ച ജോലി ചെയ്യാൻ സാധിക്കില്ല. മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കണമെങ്കിൽ അതിനും വേണം വലിയൊരു തുക. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിലേ ഉരുൾ വിഴുങ്ങിയ ഇവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകൂ. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേ എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ ബ്ലഡ് തല കയറിയിട്ട് എനിക്ക് തലകറക്കം വരും. അപ്പോൾ അതൊന്ന് തൽക്കാലം ഓപ്പറേഷൻ ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടി വണ്ടി എടുത്തത്. എനിക്ക് പോകാനൊരു വഴിയില്ല, എവിടേക്കാണ് പോകുന്നത് അറിയില്ല. ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടാവും നിൽക്കുകയാണ്. വേറെ പോകാനൊരു സ്ഥലവും ഒന്നും ബാക്കിയല്ല. ചെറിയ കുട്ടിയെ വെച്ചിട്ട് എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയുന്നില്ല. മുണ്ടക്കൈ സ്കൂളിന് സമീപത്താണ് ഷബീറും കുടുംബവും താമസിച്ചിരുന്നത്. ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. പ്രായമായ മാതാപിതാക്കളുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഷബീർ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.